എവ്വളോ വയസ്സാണ് എന്നയ്യ, എ ലൈൻ ഈസ് ഓൾവേസ് എ ലൈൻ. ഇന്ത്യൻ വെള്ളിത്തിരയിൽ ഒരു സിംഹഗർജനം മുഴങ്ങിക്കഴിഞ്ഞു. അവൻ ബോക്സ് ഓഫീസിനെ മലർത്തിയടിക്കുന്നതിനെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ. അത് സിനിമയുടെ മറ്റെല്ലാ ഘടകങ്ങൾക്കും അപ്പുറം നായകന്റെ ഒറ്റ ഇമേജിൽ മാത്രമാണെന്ന് പറഞ്ഞാൽ ഒട്ടും അവിശ്വസനീയമല്ല. കാരണം അയാളുടെ പേര് ദളപതി വിജയ് എന്നാണ്. അത് ഒരു പക്കാ കൊമേഴ്സ്യൽ പാക്ഡ് ആണ്. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ പല സീനിയേഴ്സ് ഉള്ളിടത്താണ് ബോക്സ് ഓഫീസിന്റെയും ഗോട്ടായി വിജയ് മാറുന്നത്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ തിങ്സ്. കാണാം, ടേക്ക് വൺ. ദി ഗോട്ടാണ് ആരാധകരുടെ ചർച്ചാ വിഷയം. വിജയ് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയ ശേഷം റിലീസാവുന്ന സിനിമ. പൂർണ്ണമായും സിനിമ ഒഴിവാക്കി രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ അത്രത്തോളം ഇമ്പാക്ട് സൃഷ്ടിച്ചൊരു രാജകീയ യാത്രയപ്പായിരിക്കും ദി ഗോട്ടിലൂടെ ഒരുക്കുന്നത്. അത് സാക്ഷ്യപ്പെടുത്തുന്നത് സംവിധായകൻ വെങ്കട് പ്രഭു ആണ്. ചിത്രത്തിന് ആദ്യം ഗാന്ധി എന്നായിരുന്നു പേരിട്ടത്, എക്കാലത്തെയും മഹാൻ എന്ന അർത്ഥത്തിൽ. എന്നാൽ വിജയുടെ വിടവാങ്ങലാണ്. അതിനാൽ ഗാന്ധിജിയെയും സൂചിപ്പിക്കുന്ന തരത്തിൽ പിന്നീട് ദി ഗോട്ട് എന്ന പേര് സ്വീകരിച്ചു. വിജയ് നായകനാകുമ്പോൾ ബിസിനസ് പ്രതീക്ഷകൾ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് വിജയ് ചിത്രങ്ങളുടെ ബജറ്റ് സാധാരണ നായകന്മാരെക്കാൾ തമിഴിൽ കൂടുന്നതും. 400 കോടി ബജറ്റിലാണ് നിർമ്മാതാവ് അർച്ചന കൽപ്പതി ദി ഗോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ 200 കോടി വിജയുടെ പ്രതിഫലമാണ്. പക്ഷേ റിലീസിന് മുന്നേ ലാഭത്തിലാണെന്ന് പറഞ്ഞതും നിർമ്മാതാവ് തന്നെ. പ്രീ ബിസിനസിൽ മികച്ച നേട്ടങ്ങളുടെ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. US-ലെ പ്രീമിയർ സെയിൽ കളക്ഷൻ 2.51 കോടി കഴിഞ്ഞിരിക്കുന്നു. US-ൽ 221 ലൊക്കേഷനിലാണ് ചിത്രത്തിന്റെ പ്രീമിയർ നടത്തുന്നത്. ഹിന്ദിയിൽ 1204 സ്ക്രീനുകളിലും കേരളത്തിൽ മാത്രം ഏതാണ്ട് 702 സ്ക്രീനുകളുമായി ആദ്യ ദിനം 4000-ലധികം ഷോകളും. ഹിന്ദി ബെൽറ്റിലടക്കം ഗോട്ടിന്റെ സ്ക്രീൻ കൗണ്ട് അമ്പരന്നിരിക്കുന്നതോടെ ഓപ്പണിംഗ് ആഗോള കളക്ഷനിൽ പുതിയ ചരിത്രമാണ് പ്രതീക്ഷിക്കുന്നത്. വിജയ് നായകനായി അവസാനം തിയേറ്ററിലെത്തിയ ചിത്രം ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ലിയോ ആഗോളതലത്തിൽ നേടിയത് 620 കോടി രൂപയിലധികമാണ്. അതിനു പിന്നാലെയാണ് താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശന വിളംബരം വന്നത്. പൊതുവെ അധികം സംസാരിക്കാത്ത ശാന്ത സ്വഭാവക്കാരനായ വിജയ് ഇന്ന് സിനിമയ്ക്കപ്പുറമുള്ള വിഷയങ്ങളെക്കുറിച്ച് പൊതുവേദികളിൽ സംസാരിക്കുന്നു. തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളും ഏറെ പ്രസക്തം. ഒപ്പം സിനിമകളിലൂടെയും സമൂഹത്തോട് സംവദിച്ചു. അധികാരികളെയും രാഷ്ട്രീയക്കാരെയും സിസ്റ്റത്തെയും വിമർശിക്കുന്നതിന് സിനിമ തന്നെ മാധ്യമമാക്കി. അതിന്റെ എല്ലാം ബാക്കിപത്രമായിരുന്നു സിനിമ വിട്ട് ജനങ്ങൾക്കിടയിലേക്ക് താരം ഇറങ്ങിച്ചെല്ലുന്നത്. ഇനി വിജയുടെ തമിഴക വെற்றிക്കഴകം 2026-ലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലുണ്ടാവുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഗോട്ടിന് പ്രേക്ഷക ശ്രദ്ധ കൂടുന്നതിൽ അത്ഭുതപ്പെടാനില്ല. വിജയ് ഇരട്ട വേഷത്തിലെത്തുന്ന ദി ഗോട്ടിൽ മീനാക്ഷി ചൗധരിയാണ് നായിക. പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അജ്മൽ അമീർ, മോഹൻ, യോഗി ബാബു, BTV ഗണേഷ്, സ്നേഹ, ലൈല, വൈഭവ്, പ്രേംജി അമരൻ തുടങ്ങി വമ്പൻ താരനിരയും ഒപ്പം. സയൻസ് ഫിക്ഷൻ കഥയിൽ ത്രില്ലറും ആക്ഷനും ഇഴചേർത്ത് ആരാധകർക്ക് ആഘോഷിക്കാനുള്ള വകയാണ് ദി ഗോട്ടിലുള്ളത്. അജിത്തിനെ നായകനാക്കി മങ്കാത്ത, ചിമ്പു, SJ സൂര്യ കോമ്പിനേഷനിൽ മാനാട് തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ ഒരുക്കിയ സംവിധായകൻ വെങ്കട് പ്രഭു വിജയുമായി ഒന്നിക്കുമ്പോൾ അതുക്കും മേലെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഡി-ഏജിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ദളപതി വിജയെ ചെറുപ്പമാക്കിയും അവതരിപ്പിക്കുന്നുണ്ട്. 20 വർഷം മുൻപിറങ്ങി എണ്ണാൻ പറ്റാത്തത്രയോളം തവണ TV-യിൽ കാണിച്ച് YouTube അടക്കമുള്ളവയിൽ ലഭ്യമായ സിനിമ ഗില്ലി റിലീസ് ചെയ്തപ്പോൾ നേടിയത് 30 കോടിയിലേറെയാണ്. കാരണം അത് വിജയുടെ സിനിമയായിരുന്നു. അതേ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ദി ഗോട്ട് എത്തുമ്പോൾ പുതിയൊരു ദൃശ്യവിസ്മയം കാത്തിരുന്നു കാണാം.